പിന്നെയും പൈനാപ്പിൾ വന്നു അല്ലേ? 3 പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 പൈനാപ്പിൾ വെച്ചിട്ടും നമ്മൾ ഓരോന്നുണ്ടാക്കും. അപ്പോൾ അതാ ഒരു പൈനാപ്പിൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സലാഡ് പോലെ വെറുതെ ഒരു രസത്തിന് ഉണ്ടാക്കി നോക്കാം. വായോ. ആദ്യമേ തന്നെ ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് കാണിച്ചു തരാം. വാ. പൈനാപ്പിളൊക്കെ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്തു. അതിലേക്ക് നമ്മൾ ആദ്യമേ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നാട്ടിൽ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അതിലേക്ക് സവാള ഒരെണ്ണം. ഇത് ഒരു നിർബന്ധവുമില്ല, പക്ഷേ ഇതൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനൊക്കെ ഒരു കടിയും കൂടെ കിട്ടും. ഇത് തന്നെ തിന്നുമ്പോഴും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞത്. സവാള മാത്രമാക്കി. പിന്നെ നമ്മളെ പുതിനയില്ലേ, നല്ല പോലെ ചെറുതാക്കി അരിഞ്ഞെടുത്ത പുതിനയായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ചെറിയ സ്പൂണിന് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ ക്രഷ് ചെയ്ത വറ്റൽ മുളക്, അതും കൂടി ഇട്ടു. ഇനി നമ്മൾ പാകത്തിന് ഉപ്പ്. നല്ല പോലെ മിക്സ് ചെയ്യുക. പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ഒരു പൈനാപ്പിൾ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇത് ചേട്ടനൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ, ടച്ചിങ്സിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി എരിവ് കുറച്ച് കൊടുക്കുക. അവർക്ക് ഇത്ര എരിവ് വേണ്ടായിരിക്കുക, പക്ഷെ നല്ല ടേസ്റ്റാണ്. പൈനാപ്പിളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല രസം. ആ മധുരവും, നല്ല മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ മധുരവും ആ ചെറിയ ഒരു പുളി ഉപ്പും എല്ലാം കൂടെ ചേരുമ്പം നല്ല രസമാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇത്രയും വലിപ്പമുള്ള പൈനാപ്പിൾ കഷ്ണം ആക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചെറുതാക്കിക്കോ, കുഴപ്പമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.